എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മൾ എന്നും പറയാറുള്ളത് പോലെ ശുഭചിന്തകളോടുകൂടി ശുഭവിശ്വാസത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ജീവിതത്തെ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ ആളും പറയുന്ന അനുഭവങ്ങളും ഓരോ ആളും എഴുതുന്ന കുറിപ്പുകളും ഒക്കെ യൂട്യൂബിലും ഇവിടെയും ക്ലാസ്സിലും ഒക്കെ കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ധന്യത അല്ലെങ്കിൽ ആനന്ദം, ആത്മ സംതൃപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ വൈകുന്നേരത്ത് ഇവിടെ വന്ന് ഈ പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതും ഞാൻ ആഴ്ന്നിറങ്ങുന്ന പുസ്തകങ്ങളിലൂടെ നേടിയിടുന്നതും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്യുന്നതുമായ എൻ്റെ ചെറിയ ചെറിയ അറിവിനെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങളിൽ പലർക്കും പല രീതിയിലുള്ള നല്ല അനുഭവങ്ങളായി മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ തൊട്ടറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ വീട്ടിലും കുട്ടികളിലും ഭർത്താവിലും ഭർത്താക്കന്മാരും ഭാര്യയിലും അമ്മയിലും അച്ഛനിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സാധ്യമാക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ചിലപ്പോ ഈ പറഞ്ഞ പണം കൊടുത്താൽ പോലും വാങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പണം മാത്രമല്ല പ്രധാന ഘടകം, ഇതുപോലുള്ള സത്സംഗങ്ങളാണ് അല്ലെങ്കിൽ സത്സംഗമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്നറിയുക. ഞാനിവിടെ UAE-യിൽ 26ാമത്തെ വർഷമാണ്. 26 വർഷം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനല്ല, പൊതുവെ മറ്റുള്ള UAE-യിൽ നിൽക്കുന്നവരും ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ടാവും. ഞാൻ വലിയ കൊട്ടാരം ഉണ്ടാക്കി, വലിയ സ്ഥലം വാങ്ങിച്ചു, ഒരുപാട് കാശുണ്ടാക്കി, കോടിക്കണക്കിന് രൂപ മക്കളെ പഠിപ്പിച്ചു, ഒക്കെ പറയാനുണ്ടാവും. എല്ലാം സ്വാഭാവികമാണ്, നല്ലത് തന്നെയാണ്. കാരണം പ്രവാസ ലോകത്ത് വന്നിരുന്നവർ ജീവിതത്തിന് മറ്റൊരു ശൈലിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ സമ്പാദിച്ചു എന്ന് വെച്ചാൽ ഏറെക്കുറെ ആൾക്കാർ സമ്പാദിക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നാട്ടിലേക്കാളും ശമ്പളം ഇവിടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ജീവിത രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ കാശ് ചെലവാക്കാത്തത് കൊണ്ടാണ് കൈ കാശ് ഉണ്ടാകുന്നതെന്നാണ് പ്രധാനമായിട്ട്. അപ്പൊ ഞാൻ ആ ഘടകങ്ങളിൽ അതിലൊക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോഴും ഞാൻ വല്ലാണ്ട് കാശിലേക്കല്ല ഫോക്കസ് ചെയ്തത്. എനിക്ക് സന്തോഷം അനുഭവിക്കാനും ഞാൻ ഇവിടുന്നും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാനുമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞാൻ പറ്റാവുന്നതൊക്കെ ചെറിയ രീതിയിലൊക്കെ സുരുക്കൂട്ടി വെക്കുകയും അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ അറിവിനെ ഉയർത്താനായിട്ടാണ് ഏറ്റവും കൂടുതൽ സമയവും സന്ദർഭവും ഇൻവെസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു 6-8 വർഷങ്ങളായിട്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് വരുന്നതും ആദ്യത്തേത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. നമ്മൾ എപ്പോഴാണോ സന്തോഷവാനായിരിക്കുന്നത് അപ്പോൾ ബന്ധങ്ങളും, ഞാൻ പറഞ്ഞ ബന്ധുക്കളല്ല, ബന്ധങ്ങളും പൈസയും ആരോഗ്യവും എല്ലാം ഈ സന്തോഷത്തിന്റെ ബൈ പ്രൊഡക്ട്സുകൾ മാത്രമായിരിക്കും എന്നറിയുക. സന്തോഷവാനായിരിക്കുന്ന ഒരാൾക്ക്, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ആരോഗ്യസ്ഥിതിയിൽ 100% സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും പ്രായമായിട്ടും എന്നെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ അത് ഇന്നലെ കുമാർ സാർ എന്നെ വെട്ടി നിരത്തി. കുമാർ സാർ എന്നോട് പറഞ്ഞ വയസ്സും ഇപ്പൊ കുമാർ സാറിനെ കാണുന്നു, ഞാൻ തന്നെ വീണ്ടും അരച്ചിട്ട് ഒന്നാം നീ ഇത്ര പോരല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വയസ്സുകാലത്തും എന്നെ ഇങ്ങനെ കാണുന്നത് ആ സന്തോഷത്തിന്റെ, അപ്പൊ എന്റെ വയസ്സായി നിങ്ങൾക്ക് തീരുമാനമായല്ലേ? അങ്ങനെ വയസ്സായിട്ടൊന്നുമില്ല, എന്നാലും പറയാം. ഓക്കെ, സന്തോഷത്തോടെ ഇരിക്കുന്നത്, അല്ല, ഇതുപോലെ കാണുന്നത് സന്തോഷത്തിന്റെ ഇതാണ്. രണ്ടാമത്തെ കാര്യം, സമ്പത്ത് എന്ന് പറയുന്നത് പറയാതിരിക്കാനല്ല, നിങ്ങളെ കൂടെയൊക്കെ കൂടിയതിനു ശേഷം എനിക്ക് നല്ല സമ്പത്തും കൂടി വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ നൽകുന്ന ഓരോ സ്നേഹവും ഓരോ വാക്കുകളും എന്നെ സംബന്ധിച്ച് 10,000-ങ്ങളുടെ, ലക്ഷങ്ങളുടെ, കോടികളുടെ വില നൽകുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് വലിയ സമ്പത്താണ്. ഞാൻ ഇന്ന് കേരളത്തിൽ വന്ന് എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ എന്തായാലും 1000 പേരിൽ ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അതെന്നെ സംബന്ധിച്ച് വലിയ സമ്പാദ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യം. സ്ഥിരമായി ഇങ്ങനെയൊക്കെ നിലനിൽക്കാനായിട്ട് ദിവസവും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആരോഗ്യത്തെ നിർത്തേണ്ട ആവശ്യമാണ്. ഭക്ഷണത്തിൽ ക്രമങ്ങളും ഒക്കെ പാലിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വിനോദം, തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസും ഇല്ലാത്ത സാധനമാണ് വിനോദം എന്ന് പറയുന്നത്. ഈ ആഴ്ച സിനിമ നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി
12:45 മുതൽ 2:30 മണി വരെയാണ് സിനിമ നോക്കിയത് രാവിലെ. എന്നിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോ വിനോദം എന്ന് പറയുന്നത് വേണമെന്ന് വെച്ചാൽ ചെയ്യും. അതിനകത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും 10 മണിക്ക് ഉറങ്ങും, 10:30 മണിക്ക് ഉറങ്ങും എന്നുള്ളത് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്തു. രാവിലെ 2:30 മണി വരെ സിനിമ കണ്ടു, കിടന്നുറങ്ങി, പിന്നെ എഴുന്നേറ്റു. അപ്പോൾ അതും ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നെ തന്നെ എപ്പോഴും ബ്രേക്ക് ചെയ്യണം. എനിക്ക് ഒന്നിനും ഒരു കംഫർട്ട് സോണിലായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്നലെ ചെയ്തതാണ്. അതാണ് പറഞ്ഞത്. അതിനകത്ത് നാളെ ആരും പോയി 2:30 മണി വരെ സിനിമ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതിലേക്കൊന്നും പോകരുത്. ഇവിടെ പറഞ്ഞത് മൊത്തം കേൾക്കുക. ഓക്കെ. പിന്നെ ബാക്കിയെല്ലാം പിന്നെ സ്പിരിച്വാലിറ്റിയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടതാണ്. അവനവന്റെ ആത്മസംതൃപ്തിക്കായി അവനവൻ ചെയ്തിടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ ആളും ജീവിതത്തിലെ സന്തോഷത്തിലും ജീവിത വിജയത്തിലും നിൽക്കണം എന്നുള്ളതാണ്. കുറ്റബോധത്തോടും എന്താ പറയുക, സങ്കടത്തോടും ദുഃഖത്തോടും അപകർഷതാബോധത്തോടും പിന്നെ നമുക്ക് ആർക്കുമില്ലാത്ത എന്നാൽ മറ്റുള്ളവർ പറയുന്ന അസൂയയോടും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് ജീവിത വിജയം എന്നറിയുക. ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ സമ്പത്തിനെ പറ്റി പറഞ്ഞു. നന്നായിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ട് എല്ലാവരും. സന്തോഷമാണ്. ഇന്നലെ രാത്രി 2:30 മണിക്ക് പോയി ഞാൻ യൂട്യൂബിന്റെ ഇത് പോയി നോക്കിയപ്പോൾ അപ്പോഴും 176 പേര് കാണുന്നുണ്ട്. അപ്പോ ആൾക്കാർ രാത്രി 2:30 മണിക്ക് വരെ കാണുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് സന്തോഷം. അവർക്കൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ക്ഷേമവും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഇതമായ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഏപ്രിൽ 6 തൃശ്ശൂർ നേരിട്ട് കാണുകയാണ്, സംസാരിക്കുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മുടി ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ, പിടിച്ച് വലിക്കാൻ. പണ്ട് എന്റെ ക്ലാസ്സിൽ മേറ്റ്സ് എല്ലാവരും എന്നെ ഗെറ്റ് ടുഗദറിന് വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാറുണ്ട്, ബാക്കി എല്ലാവരും കഷണ്ടിയായി, ഞാൻ മാത്രമേ കഷണ്ടി ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ മുടി ഒറിജിനൽ ആണോ നിങ്ങൾക്ക് വലിച്ചു നോക്കാമല്ലോ, പെർമിഷൻ തരുവോട് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒറിജിനൽ ആണോ എന്ന് ഈ സൂമിൽ കാണുന്നത് ഞാൻ ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ 6 തൃശ്ശൂർ നിങ്ങൾക്കൊക്കെ വരാം. അന്ന് വളരെ നല്ലൊരു ഇതേപോലെ സമ്പത്ത് സമൃദ്ധി ഐശ്വര്യമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ടെക്നിക്ക് കൂടി പഠിപ്പിക്കുന്നു എന്ന് അസന്നിഗ്ധമായി ഇന്ന് അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവരും വരണം. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇനി ഒരു പ്രോഗ്രാമും നമുക്ക് ഇത്രയും കുറച്ച് എമൗണ്ടിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം UAE നിന്ന് അവിടെ വന്ന് പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ ഇത്രയും ചെറിയ എമൗണ്ട് സാധിക്കില്ല. ഇപ്രാവശ്യം എങ്ങനെ കണക്കൂട്ട് ചെയ്യാനും എനിക്ക് ടിക്കറ്റിന്റെ കാശ് മാത്രമേ കിട്ടുള്ളൂ, ബാക്കി പിന്നെ അപ്പുറത്തേക്ക് കിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അടുത്ത പ്രോഗ്രാം മുതൽ ഈ എമൗണ്ട് ആയിരിക്കില്ല. കഴിഞ്ഞ 5 പ്രോഗ്രാം ചെയ്തത് ഈ 5000 രൂപ, രണ്ടാമത്തെ ആൾക്ക് 3000 രൂപ എന്ന രീതിയിൽ തന്നെയാണ്. നെക്സ്റ്റ് അത് പറ്റില്ല, സ്വാഭാവികമായിട്ട് ഇപ്പോഴേ പറഞ്ഞു. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ കോഴ്സിന്റെ കാര്യം കുറേ ആയി പറയാതെ, എന്നാലും പറയാം. മാർച്ച് മുതൽ കോഴ്സിന്റെ ഒക്കെ ഫീസ് മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. GST ആഡ് ചെയ്തിട്ടാണ് എല്ലാ കോഴ്സുകളും ഉള്ളത്. അതുകൊണ്ട് കോഴ്സുകൾ ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10-15 കോഴ്സ് ഉണ്ടാവും. അത് തന്നെ ഒരു ക്ലാസ് ആവും. നിങ്ങൾക്ക് എന്ത് വേദനെ പറ്റി പഠിക്കണം എന്ന് വെച്ചാൽ അത് അഡ്മിനോട് ചോദിച്ചോളൂ, അവർ പറഞ്ഞു തരും. എല്ലാവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. ജേർണി ടു ഹാപ്പിനെസ് എല്ലാവരും പഠിക്കേണ്ട കോഴ്സാണ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അത് മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യണം. മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്, അത് ഉപയോഗിക്കുക. അതിൽ വരുന്നുണ്ട് പുതിയ അടുത്ത പുസ്തകം, ആകർഷണ നിയമത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് ഞാൻ അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എഴുതി ചേർത്തിരിക്കുകയാണ്. ജേർണി ടു ഹാപ്പിനെസിന്റെ മറ്റൊരു രൂപത്തിലേക്ക് 2ാം പതിപ്പിൽ വരാൻ പോകുന്ന ഒരു കാര്യം, മെന്റൽ ഡീടോക്സിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഞാൻ ആകർഷണ നിയമം ജീവിത വിജയത്തിന് എന്ന പുസ്തകത്തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു 10ഓളം കാര്യങ്ങൾ പറഞ്ഞത്, ഇത് മാത്രം ജീവിതത്തിൽ നിത്യജീവിത പ്രാക്ടീസ് ചെയ്തെടുത്താൽ നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റിയും ഒഴിവാക്കി പോകുന്ന രീതിയിൽ വളരെ വിശദമായി തന്നെ, വളരെ ഷോർട്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പുസ്തകം നിങ്ങൾക്ക് തിരിച്ചു പ്രോഗ്രാമിൽ വന്നാൽ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പോസ്റ്റിൽ വാങ്ങിക്കാം. അന്നായിരുന്നു നമ്മൾ അവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങളിൽ ഒരാളായിരിക്കും ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അത് അന്ന് ലക്കി ഡ്രോ എടുത്ത് തീരുമാനിക്കുന്നതായിരിക്കും എന്ന് കൂടി അറിയിക്കുന്നു. 1-2 പുസ്തകം നിങ്ങളിൽ ഒരു 2 പേരായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അത് ആരാണ് ആ ഭാഗ്യവതി എന്ന്, നമുക്ക് ഭാഗ്യവാൻ എന്ന് അവിടെയാണ് തീരുമാനിക്കുന്നത്. സന്തോഷം. അപ്പോൾ ഇന്ന് വളരെ പ്രധാനമായും പറയാൻ പോകുന്ന കാര്യം, ജീവിത വിജയത്തിന് 5 ടിപ്സുകൾ പറയാൻ പോവുകയാണ്. ജീവിത വിജയത്തിന് 5 ടിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ജീവിത വിജയത്തിനായി വേണ്ടത് എന്ന് ഒന്നാമതാദ്യം ടൈപ്പ് ചെയ്യുക. അതിനു മുമ്പേ മറക്കാതെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കേണ്ട ചോക്ലേറ്റ് ആദ്യം എടുത്ത് കഴിക്കുക.
ആ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലാസ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലെ? ഞങ്ങള് ഈ ഹാപ്പിനെസിന്റെ പഠിപ്പിക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടാത്തയാൾക്ക് ചോക്ലേറ്റ് കഴിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ മറന്നുപോയി അത് പറയാനായിട്ട്. ചോക്ലേറ്റ്, അതായത് കാഡ്ബറിയോ കിറ്റ്കാറ്റോ അതുപോലുള്ള പ്യുവർ ചോക്ലേറ്റ് ഹാപ്പിനെസ്സിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴും മൂഡ് ഓഫ് ആവുന്നുണ്ടെങ്കിൽ ഒരു ടിപ്പാണ്, മൂഡ് ഓഫ് ആവുന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് മേടിച്ച് കഴിക്കുക. കാരണം ചോക്ലേറ്റിലുള്ള കണ്ടൻസ് നമുക്ക് സെറിട്ടോൺ ഉണ്ടാക്കാനായിട്ട്, ഡോപ്പമൈൻ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുകൊണ്ട് എപ്പോഴും മൂഡ് ഓഫ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചോളൂ കേട്ടോ. ചോക്ലേറ്റ് ആണ്, മിഠായി അല്ല, ചോക്ലേറ്റ്. അപ്പോൾ റെഡിയായ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. യെസ്, എല്ലാവരും ഉണ്ട്. കുറെ കുറവാണല്ലോ, ടൈപ്പിങ്ങിന്റെ സ്പീഡ് കുറവാണ്. ഇതൊക്കെ നെറ്റിന് സ്പീഡ് കുറവാണ്, അല്ല ടൈപ്പിങ്ങിന്റെ സ്പീഡ്. ഈ ചോക്ലേറ്റ് എപ്പോഴും കയ്യിൽ റെഡിയാക്കി വെക്കുക, പോക്കറ്റിൽ ഒരെണ്ണം കരുതുക, പേഴ്സിൽ ഒരെണ്ണം കരുതുക, മൊബൈലിലെ വാൾപേപ്പറിൽ കരുതുക. ഈ സാധനം എവിടെ ചാറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ അത് ചേർത്ത് വെച്ചോളൂ. അത്രയും ബലമുള്ള ചോക്ലേറ്റ് ആണ്. ഐ ആം ഹാപ്പി ആൻഡ് റെഡി, എപ്പോഴും തയ്യാറാണ്. അയ്യോ എനിക്ക് വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇതൊക്കെ കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. 68ഉം 70ഉം 80ഉം വയസ്സായ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് കമാൺ ഓ ഗോ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് 35-40 വയസ്സായ ആൾക്കാർ മുട്ടുവേദന, കാലുവേദന, കൈവേദന, നടുവേദന എന്ന് പറഞ്ഞ് നടക്കണം. അല്ലെ? ഇതൊന്നും വേണ്ട. ആരോഗ്യത്തോട് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഇതുണ്ടാവും. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ജീവിതത്തിൽ ജീവിത വിജയത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം? 1, 2, 3, 4 എഴുതിയേ നോക്കട്ടെ. ജീവിത വിജയത്തിന്, നിങ്ങൾ ജീവിത വിജയം അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് നേടിയാലാണ് ജീവിതത്തിൽ വിജയിക്കുക? അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എപ്പോഴാണ് നമുക്കിതിന്റെ വളരെ കൃത്യമായ ഒരു കാര്യം അറിയുക? ആ, സന്തോഷം ഒന്നും പറയല്ലേ, സന്തോഷം എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ എന്ത് നേടുമ്പോഴാണ് ജീവിതത്തിൽ ഞാൻ വിജയിച്ചു? സത്യമായിട്ട് പറയണേ. ഇത് നിങ്ങളിവിടെ മറ്റൊന്ന് പറഞ്ഞ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയും. അത് കഴിഞ്ഞിട്ട് സന്തോഷം, സമ്പത്ത്, അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ. സമ്പത്ത് നേടിയാൽ ജീവിത വിജയം നടന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോ റൺ ആവില്ല. പണം പണം എന്ന് മാത്രം പറയും. പണം ലഭിച്ചാൽ ജീവിത വിജയം കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ. സഹോദര സഹോദരി, നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ബാക്കി നിങ്ങൾ അനുഭവിച്ചോളൂ. സമാധാനം, സന്തോഷം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പണം മാത്രമാണ് എന്ന് പറഞ്ഞു ഓടുന്നവരുടെ എല്ലാവരുടെയും അവസ്ഥ അവർക്ക് പണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പണമാണ് എല്ലാം എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്ക് പണം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ഞാൻ പണത്തെ പറ്റി ആന്റി പണമല്ല പറഞ്ഞത്. പണം നമുക്ക് വേണം, അത് നമുക്ക് സ്നേഹത്തോടെ കിട്ടേണ്ടതാണ് എന്ന് ഒന്നുകൂടി 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 ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പണത്തിന്റെ സൈക്കോളജി നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് പാരിതോഷികമായി ലഭിക്കുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സമ്പത്ത് നമ്മളിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഇല്ല എന്ന് തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് നഗ്ന സത്യമാണ്. ഇത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് അറിയാം. അപ്പോൾ നമുക്ക് ജീവിത വിജയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സംതൃപ്തിയോടെയും കൂടിയും മനസ്സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിത വിജയം എന്നുള്ളതിന്റെ അർത്ഥം. അതായത് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും നിറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ ആരോഗ്യമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ ഘടകങ്ങൾ ചേരുന്നത്. അല്ലെങ്കിൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാലും സംഭവം ഇതുമായി സമൃദ്ധിയിലെല്ലാം പെട്ടു. കാരണം ആരോഗ്യവും ആയുസ്സും സമ്പാദ്യവും എല്ലാം ഒത്തുചേരുമ്പോഴാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. അപ്പൊ സമൃദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിത വിജയം സാധ്യമാകുന്നത് എന്ന് എല്ലാവരും ഒന്ന് എഴുതി വെക്കുക, മനസ്സിൽ വെക്കുക. അപ്പൊ സമൃദ്ധിയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയാൽ ഇതെല്ലാം പെടുമ്പോൾ മാത്രമേ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അതിൽ സമ്പത്തുണ്ട്, ആത്മീയതയുണ്ട്, ആരോഗ്യമുണ്ട്, വിനോദമുണ്ട്,
മറ്റെന്താണ്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, വിനോദമുണ്ട്, ബന്ധങ്ങളുണ്ട്, ആത്മീയതയുണ്ട്. ഇതെല്ലാം വിടുമ്പോൾ മാത്രമേ സമൃദ്ധി ഉണ്ടാവുള്ളൂ. ഓക്കെ, കറക്റ്റാണ്. ലിബിന ചോദിച്ച ചോദ്യം, സാർ ധാരാളം പണമുള്ള വീടുകളുണ്ട്, സ്വന്തം മക്കൾ പോലും അവിടേക്ക് നിൽക്കാൻ ഭയക്കുന്നു, പണം കൊണ്ട് എന്ത് നേടിയാ കരുതുന്നു? ഒന്നും നേടിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത് ഇതിൽ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം എളുപ്പത്തിൽ പറഞ്ഞു പോകാം. കഴിഞ്ഞ തവണ എന്നോട് ഒരാൾ പറഞ്ഞ ഒരു സത്യമാണ്, ഞാനും അനുഭവിക്കുന്ന സത്യം തന്നെയാണ്. ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ്, എന്റെ ജീവിതം പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളുടെ അച്ഛനമ്മമാർ, നിങ്ങൾ ഇത്രമാത്രം കണക്ട് ചെയ്താൽ മതി, മറ്റു കുറേയിലേക്ക് പോകണ്ട. നമ്മുടെ അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവരുടെ ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയതാണ് ഒരു വീടും 10 സെന്റ് സ്ഥലവും. ഇന്ന് ആ അവരുടെ കാലശേഷം, അവരുണ്ടാവുന്ന അവരുടെ കാലശേഷം, ഇന്ന് ആ വീടിന് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് മക്കൾ തമ്മിൽ അടിപിടി കൂടാറുണ്ടോ ഇല്ലയോ? പരസ്പരം പഴിചാരാറുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അത് ചെയ്യാത്തവരാണെങ്കിൽ അവർ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? അതിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ? ഇത് രണ്ടും ഒരേപോലെ കണക്റ്റഡ് ആണ്. ചിലവർ അതിലൂടെ അടികൂടും, ചിലവർ അതിലൂടെ അതിന് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് സത്യമായും പറയണം. ഇന്ന് നാട്ടിലുള്ള ഒരുപാട് വീടുകൾ അനാഥമായി കിടക്കുന്നു, ഒരുപാട് അച്ഛനമ്മമാർ അത് അനാഥരായി കിടക്കുന്നു. മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തി, രക്ഷപ്പെടട്ടെ 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 എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തി അവർ പല രാജ്യങ്ങളിലും പോയി അവിടെ കഷ്ടപ്പെടുന്നു, അവരവർ ജീവിക്കുന്നു, അവരവിടെ കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം, ജീവിക്കുന്നു. പക്ഷെ ഇവർക്ക് ഒരു അത്താണിയാവാൻ വയസ്സുകാലത്ത് ഒന്ന് സ്നേഹത്തോട് സംസാരിക്കാൻ പോലും അച്ഛനമ്മമാരെ അത് സ്വീകരിക്കാൻ പോലും മക്കളെ കിട്ടാത്തൊരവസ്ഥ. മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിതയിലേക്ക് എടുക്കാൻ പോലും മണിക്കൂറുകൾ, ദിവസങ്ങളെ കൊണ്ടുവെക്കുന്ന അവസ്ഥ. അനാഥാലയത്തിൽ പോകുന്നവരൊക്കെ പോട്ടെ, ഞാൻ അതിനെ പറ്റിയൊക്കെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ അവർ കഷ്ടപ്പെട്ടത് കൊണ്ട് എന്തർത്ഥം ഉണ്ടായത്? കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് എന്താണ്? കഷ്ടതകൾ തന്നെയാണ് എന്ന്. കഷ്ടപ്പെട്ടാൽ ലഭിക്കുന്നത് എന്തായിരിക്കും? കഷ്ടപ്പാട് തന്നെയായിരിക്കുമെന്ന് മറക്കാതിരിക്കുക. ഇത് വേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, വയസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് തെറ്റുപറ്റി പോകുന്നത്. ആദ്യം നമ്മൾ ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് മതി മക്കൾക്കൊക്കെ. മക്കൾക്ക് കൊടുക്കുന്നത്, മക്കളെ ജീവിപ്പിക്കുക, മക്കളെ നന്നാക്കി നോക്കുക, അവരവർക്ക് വേണ്ടത് അവരവർ നേടട്ടെ എന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മൾ പോകുക എന്ന് മാത്രമാണ് ഓരോ പാരന്റ്സിനെയും ഇവിടെയും ഓർമ്മിപ്പിക്കാറുള്ളത്. ഞാൻ എൻ്റെ മക്കളോട് വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വിദ്യാഭ്യാസം, നിങ്ങൾ നല്ലൊരു ജോലി സമ്പാദിക്കുക, അതുവരെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട്, ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ എന്റെ ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ്. ഞാൻ നശിപ്പിക്കൊന്നുമില്ല, ഞാൻ മരിക്കുന്നത് വരെ ജോലി ചെയ്യും, മരിക്കുന്നവരെ കാശും ഉണ്ടാക്കും, അങ്ങനെ തന്നെ മരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ചെയ്യില്ല, എനിക്ക് വേണ്ടി ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാം എന്ന രീതിയിൽ ഞാൻ എല്ലാ മക്കളോടും, എൻ്റെ 2 മക്കളോടും പറയുന്നുണ്ട്. സന്തോഷത്തോടെ അങ്ങനെ ആയിരിക്കണം ചെയ്ത. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ ഒരു സ്വത്തും വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിട്ട്, വേറൊന്നുമല്ല, അവർ കഷ്ടപ്പെട്ട് തന്നെയുള്ള, എനിക്ക് വേണ്ടതല്ല, എനിക്ക് വേണം. പക്ഷെ അത് അവർക്ക് സന്തോഷത്തോട്, അവർക്ക് ആ സന്തോഷം നൽകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ അതിൽ പങ്കുപറ്റുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആർക്ക് വേണമെങ്കിൽ ആവാമെന്ന് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പോ മക്കളെ വളർത്തുക, നല്ല വ്യക്തികളായി വളർത്തുക, അത് വളരെ പ്രധാനമുള്ള കാര്യം. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത്, ഈ ലൈഫിനെ നമുക്ക് നന്നായി ആസ്വദിച്ച്, അല്ലെങ്കിൽ ലൈഫിന് ജീവിത വിജയം സാധ്യമാക്കാനുള്ള 5 ടിപ്പുകളാണ്. ഇന്ന് 5 ടിപ്പുകൾ എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഒരൊറ്റൊരു വാക്കാണ് പറയുന്നത്. ഈ വാക്ക് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. ഇതൊറ്റ വാക്ക് മതി ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാനായിട്ട്. ആ വാക്കിന്റെ പേരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്. പക്ഷെ നിങ്ങൾ അത് ആ വാക്ക് ഞാൻ ഇതാണ് എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത്, ഞാൻ എളുപ്പത്തിൽ മറ്റു ഒരു രീതിയിൽ ചോദിക്കാം, ഒരു ലോട്ടറി നിങ്ങൾക്ക് അടിച്ചാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയും. ആ വാക്കൊന്ന് ഇംഗ്ലീഷിൽ എഴുതിയേ. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ
അയാളെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേ. ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് എല്ല് വെച്ചാണ്. ആ, ഭഗവതി അല്ല, ഭാഗ്യവതിയാണ്. ഭഗവതി ആവില്ല ലോട്ടറി അടിച്ചാൽ കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ലക്കി കണ്ടോ, എന്താ എന്റെ കുട്ടികളുടെ കാര്യം. ഞാൻ പഠിപ്പിക്കാൻ എന്തോ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ നിങ്ങൾ ഇങ്ങോട്ട് പറയും. പിന്നെ നിങ്ങൾ ഞാൻ എന്താ പഠിപ്പിക്കുക? അവിടെ ഒന്നും പഠിപ്പിക്കാനില്ല. നിങ്ങൾ വന്നിട്ട് യെസ് ഭാഗ്യവാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ലക്കി എന്ന് പറയും. ഇതുണ്ടായ പോരെ ജീവിത വിജയത്തിന്? ഒറ്റ സാധനം പോരെ ജീവിത വിജയത്തിന്? വേറെ എന്തെങ്കിലും വേണോ? ജീവിത വിജയത്തിന് നമുക്ക് ലക്ക് മാത്രമായാൽ, നമ്മൾ ലക്കി മാത്രമായാൽ മതി. സത്യം റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ലക്കി മാനാണോ, ലക്കി വുമൺ ആണോ, ഭാഗ്യവാനും ഭാഗ്യവതിയുമാണോ? പോരാ, ലക്കി മാത്രമായാൽ മതി. നമ്മൾ ലക്ക് ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ ജീവിത വിജയത്തിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എത്ര പേര് ലക്കി ആൾക്കാരുണ്ട്, എത്ര പേര് ലക്കി അല്ലാത്തവരുണ്ട്? ലക്കി അല്ലാത്തവർക്ക് ക്ലാസ്, ലക്കി ആവുക, ലക്കി ഉള്ളവർക്ക് ക്ലാസ്, ലക്കി ഉള്ളവർക്ക് അല്ല, എല്ലാ കാര്യത്തിലും ലക്കി എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ലക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കൂ, ഐ ആം എ ലക്കി വുമൺ അല്ലെങ്കിൽ ഐ ആം എ ലക്കി മാൻ. ഇത് എത്രത്തോളം അംഗീകാരത്തോട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്ക്. എന്നിട്ട് ബാക്കി ഞാൻ അതിനകത്ത് കയറ്റി വെച്ചിരുന്ന കുട്ടൻസ് പറഞ്ഞുതരാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂട്യൂബ് കാണുന്നവരോട് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ലക്കിയായിട്ട് പഠിപ്പിക്കാനുള്ള കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ, ആ കൈ വിറക്കുന്നു, ലക്കി എഴുതാൻ കൈ വിറക്കും. അതാണല്ലോ ഇത് പ്രധാനം. നിങ്ങൾ ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക, മറ്റുകൾക്ക് ചങ്കുകൾക്കുള്ള വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. വേണം കണ്ടോടെ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തേക്കുക. അവരൊക്കെ രക്ഷപ്പെട്ടെ, അവരൊക്കെ ഭാഗ്യവാനും ഭാഗ്യവതിയും ആയിക്കട്ടെ. അപ്പൊ എന്താണ് ഈ ലക്കി എന്ന് പഠിക്കണ്ടേ? ലക്കി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കും, മനസ്സിലാക്കാം. ജീവിത വിജയത്തിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 വാക്കുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ വാക്കുകളെ വിളിക്കുന്ന പേരാണ് LUCKY, ലക്കി എന്ന്. ഈ 5 കാര്യങ്ങൾ ജീവിത വിജയത്തിന് അത്യന്താവശ്യം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി. വളരെ ലളിതമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ലക്കിയായി മാറും. കറക്റ്റ് ആണല്ലോ? റെഡി ആണല്ലോ? അപ്പൊ ഭാഗ്യവാനും ഭാഗ്യവതി ആവാനുള്ള 5 കാര്യങ്ങൾ മനസ്സിലാക്കാൻ റെഡിയല്ലേ? എന്താണ് ജീവിതം അങ്ങ് മാറിക്കഴിയും. ലക്കി ആയിട്ട് നാളെ രാവിലെ പോയിട്ട് ലോട്ടറി അടിക്കും. 10 പേര് ഒന്നിച്ച് എടുത്തോളൂ. എന്നിട്ട് കേരള ഗവൺമെന്റ് ആകെ കൂടി കൺഫ്യൂഷൻ ആയിക്കോട്ടെ, ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയാതെ ആ തിരിയുന്ന സ്പിൻ ഉണ്ടല്ലോ, അത് ആകെ കറങ്ങി 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 പൊട്ടുന്ന രീതിയിലാവും. കാരണം ഇത് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരും ഭാഗ്യവന്മാരും ഭാഗ്യവതി ആയിരിക്കും. പിന്നെ അത് നിൽക്കാൻ പറ്റില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുള്ളൂ. നോക്കൂ, കം ടു ദ സീരിയസ്. ലക്കി എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും നേരെ പോകുന്നത് എന്തോ അറിയാത്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ്. ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയും എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പരിപാലിച്ചു പോകുന്ന ചിലവർക്ക് പ്രകൃതി നൽകുന്ന ഒരു അനുഗ്രഹമാണ് ലക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ലക്ക് എന്ന് പറയുന്ന ആർക്കും അറിയാത്തൊരു സംഭവമായിട്ടൊന്നും എടുക്കരുത്. ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഒരിക്കലും ലോട്ടറി അടിച്ചിട്ടില്ല. ഒരു ചിട്ടിയിലും ചേരാത്തവന് ഒരിക്കലും ചിട്ടി അടിച്ചിട്ടില്ല. ഒരു ഷോപ്പിംഗ് മാളിലും പോകാത്തവന് ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ഗിഫ്റ്റ് അടിച്ചിട്ടില്ല. ഒരു പണിയും എടുക്കാത്തവന് കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയത് ഒരു എന്താ പറയാ മിറാക്കൾ എന്ന് പറയുന്നത്? നമ്മളത് ചിന്തിച്ചില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇല്ല, അത് കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? വഴിയെ നടന്നു പോകാത്തവന് പണം കളഞ്ഞു കിട്ടിയിട്ടില്ല. മറ്റാരെങ്കിലും പണം കളയാതെ ഒരുത്തരും പണം കളഞ്ഞു കിട്ടിയിട്ടില്ല. ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ജീവിതം ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. നമ്മളീ പറയുന്ന ഒന്നല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ലക്ക് എന്താണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചോളൂ. ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാഗ്യവാനും ഭാഗ്യവതിയും ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലവ് യുവർ ലൈഫ്. ജീവിതത്തെ സ്നേഹിക്കൂ. അവനവന്റെ ജീവിതത്തെ സ്നേഹിക്കൂ. ലവ് യുവർ ലൈഫ്. ആദ്യത്തെ ലക്കിയുടെ ലവ് യുവർ ലൈഫ്.
എംബ്രാസ് എവറി മൊമെന്റ് ആൻഡ് സ്റ്റേ പാഷനേറ്റ് അബൌട്ട് യുവർ ജേർണി. നിങ്ങളുടെ ജീവിത യാത്രയെ, നിങ്ങളുടെ ഈ ജീവിതത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അതൊരു പാഷനാക്കി മാറ്റി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങൂ. അവനവന്റെ ജീവിതത്തെ സ്നേഹിക്കൂ. എന്നാണോ നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതം ഇങ്ങനെയാവണം, ഇത് ഞാൻ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നു എന്ന് തീരുമാനിക്കുന്നത്, ആ നിമിഷം മുതൽ അയാൾ ഭാഗ്യവാനായി ഭാഗ്യവതിയായി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നും നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് പിയോ 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 അല്ലെ, പരാതി, പരിഭവം, പരിവട്ടം അല്ലേ, അതെല്ലാം പി വെച്ചിട്ടാണ്, എല്ലാം പി വെച്ചിട്ടാണ്. ഇത് നിർത്തുക. ഭാഗ്യവാനാവണമെങ്കിൽ സ്നേഹം തുടങ്ങി. അവിടെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഇഷ്ടത്തോടെ അല്ലാതെ ലോട്ടറി എടുത്ത ഒരാൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവുമോ? വെറുതെ പോകുന്ന വഴിക്ക് എന്നാ ഒന്ന് ഇരിക്കട്ടെ, കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അടിക്കൊന്നുമില്ല, എന്നാ ഇരിക്കട്ടെ, എനിക്കിതുവരെ അടിച്ചിട്ടില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും ലോട്ടറി അടിച്ചു എന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ പറയാം ഈ പരിപാടി ഇത്തവണ എനിക്ക് കിട്ടും കേട്ടോ, ഞങ്ങൾക്ക് കിട്ടും കേട്ടോ എന്ന് പറഞ്ഞ് എടുത്തവനല്ലേ കിട്ടിയിട്ടുള്ളൂ. ലോട്ടറിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത് പറയട്ടോ സന്ദർഭം. പരാതികൾ, പരിവട്ടങ്ങൾ, പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവനവനെ സ്നേഹിക്കാൻ സാധിക്കില്ല, അവർക്ക് ഭാഗ്യവതിയും ഭാഗ്യവാനും ആകാൻ സാധിക്കില്ല. ലവ് യുവർ ലൈഫ്. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ, നിർത്തിക്കോ ഈ പരിപാടി. നിങ്ങൾക്ക് ഭാഗ്യവാനാവണമെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങും. എത്ര പേർ റെഡിയാണ് അവനവന്റെ ജീവിതത്തെ സ്നേഹിക്കാനായിട്ട്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര പേർ റെഡിയാണ്? ഞാൻ ഇപ്പോഴുള്ള ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. റെഡിയായവർ പെട്ടെന്ന് പറഞ്ഞോ, നോക്കട്ടെ. സെൽഫ് ലവ്, റൈറ്റ്, റെഡിയാണ്. അതൊന്ന് തുടങ്ങിയാൽ മാത്രം മതി. ഒന്നാമത്തെ കാര്യം ആയി. ഇനി രണ്ടാമത്തത്, ഇതും വളരെ റിലവന്റ് ആണ്. യു എന്ന് പറയുന്നത് യൂട്ടിലൈസ് ടൈം വൈസ്ലി. അതായത് നമ്മുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുക. എല്ലാവർക്കും ദൈവം 24 മണിക്കൂർ മാത്രമേ നൽകിയിട്ടുള്ള സത്യം എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര പേര് 24 മണിക്കൂറിൽ 20 മണിക്കൂറും വേസ്റ്റ് ആക്കുകയും 4 മണിക്കൂർ പരാതി പറയാനും വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു എന്നറിയുക. അപ്പോൾ 24 മണിക്കൂറായി അല്ലെ? ഉറങ്ങുമ്പോഴും പരാതിയാണ്, ഉറങ്ങുമ്പോഴും പരിഭവമാണ്, ഉറങ്ങുമ്പോഴും സങ്കടം. ജീവിത വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുകയും പണം അല്ലെങ്കിൽ സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ ഇത്യാദി കാര്യങ്ങളിലേക്കൊക്കെ ലഭിക്കാനായിട്ട് ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, എന്തുകൊണ്ടാണ് ലോകത്ത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റെസ്റ്റ്, 8 മണിക്കൂർ അല്ലെ, അങ്ങനെ അല്ലെ, 6 മണിക്കൂർ അല്ലെ, 24 അല്ലെ, എങ്ങനെയാണ് പറഞ്ഞത്, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 8 മണിക്കൂർ അല്ലെ, 8 മണിക്കൂർ 8 മണിക്കൂർ 8 മണിക്കൂർ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? 8 മണിക്കൂർ ജോലി ചെയ്യുകയും 8 മണിക്കൂർ വിശ്രമിക്കുകയും 8 മണിക്കൂർ അല്ലെ, അങ്ങനെ കുറെ കണക്കുകളുണ്ട് അല്ലെ. ആ കണക്കുകൾ പ്രകാരം നമ്മുടെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതം വളരെ കൃത്യമായി പോകും. നമ്മൾ 8 മണിക്കൂർ ഡ്യൂട്ടിയിൽ 4 മണിക്കൂർ ഡ്യൂട്ടിയും 4 മണിക്കൂർ അതിനെ പറ്റിയ പരാതിയുമാണ്. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ബോസ് ശരിയല്ല, അവര് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല എന്നോ, അല്ലെങ്കിൽ 8 മണിക്കൂർ ചെയ്യേണ്ട പണിയെ 16 മണിക്കൂർ ചെയ്തു തീർക്കും. ശമ്പളം കൂട്ടി കിട്ടുമോ? കിട്ടില്ല. അല്ലെങ്കിൽ 8 മണിക്കൂർ ചെയ്യുന്ന വർക്കിൽ 2 മണിക്കൂർ മാത്രം ഫോക്കസ് ചെയ്യും, ബാക്കി 2 മണിക്കൂർ മറ്റേതെങ്കിലും ലോകത്തായിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എത്ര പേരുണ്ടെന്നറിയോ? 200 സംതിങ് ആൾക്കാരിരിക്കുന്ന ഈ ക്ലാസ്സിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ 201 ആൾക്കാർ ഇപ്പൊ ഇരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും 80ഓ 90ഓ ആൾക്കാരായിരിക്കും. മറ്റുള്ളവർ മറ്റു പല ചിന്തകളിലൂടെ സമയത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒന്ന് ചേർത്ത് പറയുകയാണ്. സത്യമാണല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും യാതൊരു തർക്കവും ഇല്ല. ഇവിടെ വെറുതെ ഇരിക്കുക, ഈ പറയുന്നതൊന്നും നമ്മളെ തലയിൽ കയറുന്നൊന്നും ഉണ്ടാവില്ല. അതാണ് ടൈം വേസ്റ്റ്, യൂട്ടിലൈസ് ടൈം വേസ്റ്റ്. ചെയ്യുന്നത് എന്താണോ അത് വ്യക്തമായി ചെയ്യുക. ഇവിടെ കറക്റ്റായി, അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി വേണ്ടത് സംഭവിക്കും.
ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കണം. അല്ലെ, നിങ്ങൾ 80-ലുണ്ടാവും, ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യമാണ്. ഞാൻ 80-ലുണ്ട്. അപ്പൊ ഇപ്പോഴാണ് വന്നു കയറിയത്. ഈ വരുന്ന വഴിക്ക് ഞാനുണ്ട് ഇവിടെ, പ്രസന്റ് സാർ എന്ന് പറയില്ല. ഇന്നലെ ഞാനൊരു മൂവിയുടെ സീരിയൽ ഇത് കണ്ടു. അപ്പൊ അതിനകത്ത് കൊച്ചിൻ ഹനീഫയും ഈ നമ്മുടെ നടുമുടി വേണു എന്നുള്ള സീനാണ്. അപ്പൊ നടുമുടി വേണു പഴയ ഒരു ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ ഈ കൊച്ചിൻ ഹനീഫ വലിയ ഗുണ്ടയാണ്. അപ്പൊ ഗുണ്ട അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുക, സാറിന് എന്റെ മാഷ എന്റെ ഗുരുവാണ്, ഗുരുവിനെ തൊട്ടാൽ ആരെങ്കിലും തട്ടിക്കളിയും, അങ്ങനെ ഇങ്ങനെ കുറെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ഓളാക്കി എല്ലാരും പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സാറ് പെട്ടെന്ന് ഈ ഹെഡ് മാസ്റ്റർ പെട്ടെന്ന് കേട്ട് അവന്റെ പേര് വിളിക്കുന്നു. എന്തൊരു പേര് വിളിക്കുന്നു. അപ്പം പറയും പ്രസന്റ് സാർ എന്ന് പറയുന്ന പോലെ ആണ് ആൾക്കാർ. ഞാൻ ഇത് പറയും പെട്ടെന്ന് പ്രസന്റ് സാർ എന്ന് പറയുന്ന അവസ്ഥ. ഓക്കെ, ശരി, നല്ലതാണ്. എന്തായാലും യൂസ് യുവർ ടൈം വൈസ്ലി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സി കോൺഫിഡൻസ് ഓൺ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം പുലർത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം പുലർത്തുക. നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്, അത് നടക്കുമോ എന്നറിയില്ല. അയ്യോ, നടന്നാ നല്ലതായിരുന്നു, പറ്റുമോ എന്നറിയില്ല എന്ന രീതിയിലാവരുത്. ബിലീവ് ഇൻ യുവർ വിഷൻ ആൻഡ് ടേക്ക് ബോൾഡ് സ്റ്റെപ്സ്. നമ്മളുടെ സ്വപ്നങ്ങൾ പൂർണ്ണമായും സന്തോഷത്തോടുകൂടി പൂർണ്ണമായും വിശ്വസിക്കുക, എനിക്കത് നേടാൻ സാധിക്കും. സ്വപ്നങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ വിശ്വാസം ഉണ്ടാവണം, അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. കോൺഫിഡൻസ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കോൺഫിഡൻസ് യുവർ ഗോൾ എന്നും പറയാം. നിങ്ങളുടെ ലക്ഷ്യത്തിലെ പറ്റി നല്ലൊരു ബോധം നമുക്കുണ്ടാവണം. അതിനോട് കൃത്യമായൊരു നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും പഠിപ്പിക്കുന്നതാണല്ലോ കോൺഫിഡൻസ്, ലക്ഷ്യം, എന്താ പറയാ, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മളുടെ ഡ്രീമിൽ വ്യക്തമായി എനിക്കത് നേടാൻ. ഞാൻ പുതിയ പുസ്തകത്തിൽ എഴുതിയൊരു ഭാഗമുണ്ട്. ഇതിന്റെ ഭാഗത്ത് അബ്ദുൽ കലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാൾ ഒരിക്കലും എങ്ങനെയാ ഒരു മിസൈൽ മാൻ ആയി എന്ന് പറയുന്ന ചെറിയൊരു പാട്ട് മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അയാൾ നമ്മുടെ ഡ്രീമിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് നേടും. ദർ ഇസ് നോ ഓപ്ഷൻ, ദർ ഇസ് നോ അതർ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇത് മാത്രം ചെയ്യുക, അതിൽ മാത്രം വിശ്വസിച്ചോളും. ഉറപ്പാണ്, ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും നാളെ ഞാൻ എത്തുന്നതും എന്റെ ഡ്രീമിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം, 1% പോലും അതിൽ എനിക്ക് ഡൗട്ടില്ല. ഇറ്റ് വിൽ ഹാപ്പൻ, ദർ ഇസ് നോ ഡൗട്ട്. നിങ്ങൾ കണ്ടോളൂ, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് നിങ്ങൾ എപ്പോഴും പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടോളൂ. എനിക്ക് എന്റെ ഡ്രീം ഉണ്ട്, അതിൽ ഒരു ഡൗട്ടും എനിക്ക് നടക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് അതുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഡ്രീമിൽ വിശ്വാസമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. പൂർണ്ണമായും എനിക്ക് എന്റെ ഡ്രീമിൽ വിശ്വാസമുണ്ട് സാറേ എന്ന് പറയുന്നത് എത്ര പേര് ഇവിടെ ഉണ്ടാവും? ഒന്ന് നോക്കി. 4 or 5 പേര് മാക്സിമം ടൈപ്പ് ചെയ്യും, അതിനപ്പുറത്ത് ടൈപ്പ് ചെയ്യും. ഞാൻ ധൈര്യമുള്ളവർ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. യൂട്യൂബ് കാണുന്നവരോടും പറയാം, നിങ്ങൾ ധൈര്യമുള്ളവരൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ച് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഡ്രീം എന്താണെന്നും പറയണ്ട. ഇവിടെ ക്ലാസ് കാണുന്നവർ മാത്രമല്ല, യൂട്യൂബ് കാണുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു, എന്നിട്ട് വേണം നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. യെസ്, പറട്ടെ. പോരാ, എണ്ണം വളരെ കുറവ്, വളരെ കുറവ്. സജ്ജനത്തൊക്കെ ആലോചിക്കണം, ഞാൻ ടൈപ്പ് ചെയ്യണോ വേണ്ടേ, എന്തോ എനിക്ക് ഡ്രീം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ശരി, കണ്ടിന്യൂ. ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. പൂർണ്ണമായി നിങ്ങൾക്കെല്ലാം അതിൽ പൂർണ്ണ. അപ്പൊ 3 കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ലക്കിയുടെ സി വരെ എത്തിയല്ലോ. ഇനി കെയും വൈയും കിട്ടിയാൽ നിങ്ങൾ ലക്കി ആവുമല്ലോ. അപ്പൊ ഇനി കെ എന്താണെന്നറിയാം. കെ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. കെ എന്തായിരിക്കും? നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. കെ എന്തായിരിക്കും? നിങ്ങൾ എന്നെക്കാളും മാസ്റ്റേഴ്സ് ആണ്. എന്റെ ക്ലാസ്സിൽ കയറിയിരുന്ന എന്നെക്കാളും മാസ്റ്റേഴ്സ്. കെ എന്തായിരിക്കും? യെസ്, നോളജ്. കീപ് അക്വയറിംഗ് നോളജ്. വിവരങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ജീവിത വിജയത്തിന് പഠനം അത്യാവശ്യമാണ്. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇന്നലെ സംഭവിച്ചതല്ല ലോകം ഇന്നലെ വരെ നേടിയതല്ല നാളെയുള്ളത്. പുതിയ കാര്യങ്ങളാണ്, അറിയണം. അതിനാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പുതിയ കാര്യങ്ങൾ അറിയാൻ, പുതിയത് പഠിക്കാൻ. കണ്ടിന്യൂസ് ലേണിംഗ് ലീഡ്സ് ടു ഗ്രോത്ത് ആൻഡ് സക്സസ് എന്നാ പറയാ. സക്സസിന്റെ മന്ത്രത്തിൽ തന്നെ ഉള്ളത്
നോളജ് ആണ്. നോളജ് ഇല്ലാത്തവൻ സക്സസ് ഒരിക്കലുമില്ല. അവന് സക്സസ് എന്താന്ന് പോലും അറിയില്ല. കണ്ടിന്യൂസ് ലേണിംഗ് ലീഡ് ടു ഗ്രോത്ത് ആൻഡ് സക്സസ് എന്ന് പറയും. നിരന്തരമായ പഠനം, അൺകോംപ്രമൈസബിൾ നോളജ് എന്ന് പറയും, അക്വയർ നോളജ്. ഒരിക്കലും അതിന് എന്താ പറയാ, സ്റ്റോപ്പില്ല. മരണം വരെയും, മരിക്കുന്ന അന്ന് വരെയും പഠിക്കാനുണ്ട്. കൊച്ചുകുട്ടിയിൽ നിന്ന് മുതൽ അല്ലെ, 108 ഗുരുക്കന്മാരുടെ കഥയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഷ്ടവക്ര ഗുരു പറഞ്ഞ അഷ്ടവക്രന്റെ 108 ഗുരുക്കന്മാർ എന്നുള്ള പോലെ 108 ഗുരുക്കന്മാർ നമുക്കുണ്ട്. അങ്ങനെ പലരിടത്തും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ സന്ദർഭങ്ങളിലെയും പഠനം തുടരുക. പുസ്തകങ്ങൾ തന്നെ വായിക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലായിടത്തും പഠിക്കാനുണ്ട്. ഒരു ഡോട്ട് കണ്ടാൽ, വഴിയിൽ ഒരു കല്ല് കണ്ടാൽ, വഴിയിലൊരു പുല്ല് കണ്ടാൽ, വഴിയിലൊരു പൂ കണ്ടാൽ, വഴിയിലൊരു പാമ്പിനെ കണ്ടാൽ പോലും സംതിങ് യു ക്യാൻ ലേൺ ഫ്രം ദാറ്റ്. അതെന്നാലോചിക്കുക, എന്താ ഇപ്പൊ എനിക്കിന്ന് പഠിക്കാനുള്ളത്? നിരന്തരമായ അന്വേഷണം. ഒരു മനുഷ്യനെ ആത്മീയമായി ഉയർത്തുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം, സനാതന ധർമ്മ സംസ്കാര പ്രകാരം നിരന്തരമായ അന്വേഷണമാണ് അയാളെ ആത്മീയതയിലേക്ക് തെളിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അന്വേഷണം മാത്രമാണ്. എങ്ങോട്ടാ? അകത്തോട്ടുള്ള അന്വേഷണം, എന്നെ തന്നെ അറിയാനുള്ള അന്വേഷണം. അതെന്തുകൊണ്ട് എന്റെ മുമ്പിൽ ഒരു പാമ്പ് വന്നു? അന്വേഷണം അകത്തോട്ടാണ്. എന്തേ ഈ പാമ്പ് ഇതിലേ പോയി എന്നല്ല, എന്തുകൊണ്ട് എന്റെ മുമ്പിൽ ആ പാമ്പ് വന്നു. പാമ്പല്ല ഉദ്ദേശിച്ചത്, പൂവോ പാമ്പോ പഴുതാരി എന്തെങ്കിലും ആവട്ടെ. ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന്, എന്തുകൊണ്ട് പൂച്ച എന്റെ വട്ടം ചാടി. പൂച്ച ചാടിയ തീർന്നല്ലോ അല്ലെ. പൂച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂച്ച വട്ടം ചാടിയാൽ കഴിഞ്ഞു കഥ അല്ലെ. എന്തുകൊണ്ട് ചാടി? സ്വാഹ. ഓക്കെ, ഇത് നിരീക്ഷണമാകുക, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്നറിയുക. ഇനി ഒന്നും ഉണ്ടാവും അല്ലെ. വൈ എന്ന് പറയുന്നത് ഒന്നുമില്ല. വൈ എന്തായിരിക്കും? വൈ പറയാൻ നിങ്ങൾ തയ്യാറാണോ? എത്തട്ടെ. ഏൺ ഫോർ എക്സലൻസ് എന്ന് പറയും. വൈ എന്ന് പറയുന്നത് YEARN, ഏൺ യുവർ എക്സലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മികവിനെ പുറത്തെടുക്കുക, നമ്മളുടെ യഥാർത്ഥ മികവിനെ പുറത്തെടുക്കുക എന്ന് പറയും. ഏൺ ഫോർ എക്സലൻസ് എന്നാണ് വൈക്ക് പറയാ. നമ്മുടെ യഥാർത്ഥ, ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ കഴിവിനെ പുറത്തെടുക്കുക. ഇത് വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് കഴിവില്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കഴിവില്ലാത്തവരിവിടെ ആരും തന്നെയില്ല. പക്ഷെ അതിനെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പുറത്തെടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ നമ്മുടെ നല്ലതിന്, നമ്മുടെ കഴിവിനെ, മികവിനെ പുറത്തെടുക്കുന്നില്ല എന്നാണ്. എന്റെ മലയാളം ശരിക്കും ഞാൻ എന്താ നോക്കാം, പറയാം. കൊതിക്കുക അല്ലെങ്കിൽ ആശിക്കുക എന്നാണ്. നമ്മുടെ യഥാർത്ഥ കഴിവിനെ അഭിലാഷിക്കുക, ആഗ്രഹിക്കുക അല്ലെങ്കിൽ കൊതിക്കുക എന്ന് പറയും. ഏൺ യുവർ എക്സലൻസ് എന്ന് പറയുന്ന സംഭവം. നമ്മളുടെ യഥാർത്ഥ കഴിവിനെ നമ്മൾ പുറത്തെടുക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടി ഓരോ ദിവസവും നമ്മൾ പ്രവർത്തിക്കുക, ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ തയ്യാറാവുക എന്ന് ലളിതമായി പറയും. ഇത്രയും ലളിതമായ കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. ഓരോ ദിവസവും ഇന്നലത്തെക്കാളും ബെറ്റർ എന്താണ് ഞാൻ എവിടെയാണ് ഉയർന്നത്, ഞാൻ എന്തിലേക്കാണ്. ഓക്കെ, വാസന, അതെ, യഥാർത്ഥ വാസനയെ പുറത്തെടുക്കുക. എങ്ങോട്ടാണ് ഞാൻ പോവേണ്ടത്? ഇവിടെ സ്വയം ഞാൻ ഇവിടെ, ഇതെല്ലാം കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്, വളരെ സന്തോഷം. സ്വയം മെച്ചപ്പെടുത്തണ്ടേ, അടുത്ത എക്സലൻസ് എന്താണ്? ഞാൻ ഇന്നലെ ആലോചിച്ചത്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ വരെ ഞാൻ 10:30 മണിക്ക് രാത്രി ഉറങ്ങുന്ന ഒരാളായിരുന്നു. ഞാൻ വിചാരിച്ചു 10:30 മണിക്ക് എല്ലാ ദിവസവും ഉറങ്ങുന്നത്. എനിക്കൊരു ഒരു ഉദാഹരണം, എനിക്കൊരു നൈറ്റ് പ്രോഗ്രാം കിട്ടുകയാണെന്ന്, നൈറ്റ് ക്ലാസ് എടുക്കാനുള്ള ഒരു സന്ദർഭം കിട്ടുകയാണെന്ന് എഴുതിക്കോ.
2 മണി 3 മണി വരെ സംസാരിക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ എന്നെ കൊണ്ട് പറ്റുമോ? 10:30 മണിക്ക് ഉറങ്ങുന്നതാണോ? 10:30 മണിയാകുമ്പോൾ ഞാൻ നേരെ പോയി അയ്യോ ഒന്ന് ഉറങ്ങേണ്ടി വരില്ലേ? അപ്പൊ എനിക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സ്വയം തെളിയിക്കേണ്ട ഒരു കാര്യം തോന്നി. അതുകൊണ്ട് ഇന്ന് രാവിലെ 2:30 മണി വരെ ഞാൻ ഉറക്കമൊഴിച്ചിരുന്നു. എഴുതുകയായിരുന്നു. പക്ഷെ ഇത് പുതിയ പുസ്തകത്തിന്റെ എഴുത്തായിരുന്നു. അതിലിങ്ങനെ, പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ പുസ്തകം എഴുതുമ്പോൾ അത്രയും സമയം വരെ ഇരുന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകം എഴുതി നിർത്തിയിട്ട് അത് സിനിമയും കൂടി കണ്ടു. അങ്ങനെ ഞാൻ കഴിക്കാറില്ല. എഴുതിയത് അത്രയും പേജ് എഴുതി തരുമ്പോൾ കുറെ നേരം ഇരുന്ന് ആലോചിച്ച് എഴുതുമ്പോൾ സമയം കുറെ പോയി. അപ്പൊ നമുക്ക് പറ്റുമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും 10:30 മണിയാകുമ്പോൾ എന്ത് തന്നെ തിരക്കുണ്ടാവും, 10:30 മണി 11 മണിക്കകത്ത് ഞാൻ പോയി കിടന്നുറങ്ങും. അപ്പൊ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്വയം മികവിനെ കണ്ടെത്താൻ പറ്റും എന്ന് പറയുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ യെസ്, എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. വാസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബെറ്റർ ആൻഡ് ബെറ്റർ. ഞാൻ പണ്ട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന അഫർമേഷൻ ആണ് ലേഖ സന്തോഷ്. ഇപ്പോ ഒന്നുകൂടെ ഓർമ്മിച്ചു, കുറെ കാലമായിട്ട് അത് മറന്നുപോയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ ആദ്യ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അഫർമേഷൻ എവറി ഡേ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. വെരി ഗുഡ്. എല്ലാവർക്കും അത് ഉപയോഗിക്കാം കേട്ടോ. ഈ അഫർമേഷൻ എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാവരും എഴുതി വെച്ചോളൂ. വളരെ പവർഫുൾ ആയ അഫർമേഷൻ. ഞാൻ മറന്നുപോയൊരു സംഭവമായിരുന്നു. എവറി ഡേ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ നിമിഷത്തിലും ഞാൻ എന്നെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്.